വചനവീഥിയിലൂടെ ഫാദർ JB പുത്തൂർ. വിശുദ്ധ ലൂക്ക രചിച്ച നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 8, 4 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. വിതക്കാരന്റെ ഉപമ. പല പട്ടണങ്ങളിലും നിന്ന് വന്നുകൂടിയ വലിയ ഒരു ജനക്കൂട്ടത്തോട് ഉപമയിലൂടെ അവൻ അരുളി ചെയ്തു. വിതയ്ക്കാരൻ വിതയ്ക്കാൻ പുറപ്പെട്ടു. വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരികിൽ വീണു. ആളുകൾ അത് ചവിട്ടിക്കളയുകയും പക്ഷികൾ വന്ന് തിന്നുകയും ചെയ്തു. ചിലത് പാറമേൽ വീണു. അത് മുളച്ചു വളർന്നെങ്കിലും നനവില്ലാത്തതുകൊണ്ട് ഉണങ്ങിപ്പോയി. ചിലത് മുൾച്ചെടികൾക്കിടയിൽ വീണു. മുൾച്ചെടികൾ അതിനോടൊപ്പം വളർന്ന് അതിനെ ഞെരുക്കിക്കളഞ്ഞു. ചിലത് നല്ല നിലത്ത് വീണു. അത് വളർന്ന് 100 മേനി ഫലം പുറപ്പെടുവിച്ചു. തുടർന്ന് അവൻ സ്വരം ഉയർത്തി പറഞ്ഞു, കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഈ ഉപമയുടെ അർത്ഥമെന്ത് എന്ന് ശിഷ്യന്മാർ അവനോട് ചോദിച്ചു. അവൻ പറഞ്ഞു, ദൈവരാജ്യത്തിന്റെ രഹസ്യങ്ങൾ അറിയാൻ വരം ലഭിച്ചിരിക്കുന്നത് നിങ്ങൾക്കാണ്. മറ്റുള്ളവർക്കാകട്ടെ അവ ഉപമകളിലൂടെ നൽകപ്പെടുന്നു. അവർ കണ്ടിട്ടും കാണാതിരിക്കുകയും കേട്ടിട്ടും ഗ്രഹിക്കാതിരിക്കുന്നതിനും വേണ്ടിയാണ് അത്. ഉപമ ഇതാണ്. വിത്ത് ദൈവവചനമാണ്. ചിലർ വചനം ശ്രവിച്ചെങ്കിലും അവർ വിശ്വസിക്കുകയോ രക്ഷപ്പെടുകയോ ചെയ്യാതിരിക്കുവാൻ വേണ്ടി പിശാച് വന്ന് അവരുടെ ഹൃദയങ്ങളിൽ നിന്ന് വചനം എടുത്തു കളയുന്നു. ഇവരാണ് വഴിയരികിൽ വീണ വിത്ത്. പാറയിൽ വീണത് വചനം കേൾക്കുമ്പോൾ സന്തോഷത്തോടെ അത് സ്വീകരിക്കുന്നവരാണ്. എങ്കിലും അവർക്ക് വേരുകളില്ല. അവർ കുറെ നാളത്തേക്ക് വിശ്വസിക്കുന്നു. എന്നാൽ പ്രലോഭനങ്ങളുടെ സമയത്ത് അവർ വീണു പോകുന്നു. മുള്ളുകളുടെ ഇടയിൽ വീണത് വചനം കേൾക്കുന്നെങ്കിലും ജീവിത ക്ലേശങ്ങൾ, സമ്പത്ത്, സുഖഭോഗങ്ങൾ എന്നിവ വചനത്തെ ഞെരുക്കിക്കളയുന്നത് കൊണ്ട് ഫലം പുറപ്പെടുവിക്കാത്തതാണ്. നല്ല നിലത്തു വീണതോ വചനം കേട്ട് ഉത്കൃഷ്ടവും നിർമ്മലവുമായ ഹൃദയത്തിൽ അത് സംഗ്രഹിച്ച് ക്ഷമയോടെ ഫലം പുറപ്പെടുവിക്കുന്നവരാണ്. സത്ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ ആവശ്യമായ മനസ്സിന്റെ ഒരുക്കം. ജനങ്ങളോട് ഇടപഴകിയും അവരെ സഹായിച്ചും പല കാര്യങ്ങൾ അവരെ പഠിപ്പിച്ചുകൊണ്ടും സഞ്ചരിച്ച് നീങ്ങിയ യേശുവിന്റെ മുമ്പിൽ സാമാന്യം വലിയൊരു ജനാവലി വന്നുകൂടിയപ്പോൾ യേശു അവരോട് സംസാരിച്ചതാണ് ഇന്നത്തെ സുവിശേഷത്തിന്റെ പ്രതിപാദ്യം. സാധാരണ രീതിയിൽ യേശു ആശയവിനിമയം ചെയ്തിരുന്നത് ചെറുകഥകളിൽ കൂടിയും ഉപമകളിൽ കൂടിയുമാണ് എന്ന് സുവിശേഷങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ഈ ജനങ്ങളോട് യേശു വിതയ്ക്കുന്ന ഒരു മനുഷ്യനെ മുന്നിലേക്ക് അവതരിപ്പിക്കുകയാണ്. എന്നിട്ട് യേശു പറഞ്ഞു, ആ വിതക്കാരൻ വാരി വിതറിയ വിത്തിൽ ഒരു ഭാഗം വീണത് വഴിയിലും വഴിയോരങ്ങളിലുമാണ്. അതിനുവേണ്ട പര്യവേക്ഷണവും പരിചരണവും ഇല്ലാത്തതിന്റെ അടിസ്ഥാനത്തിൽ ആ വിത്തുകൾ മുളയ്ക്കുന്നതിനോ വളരുന്നതിനോ സാധിക്കാതെ അത് നശിച്ചു പോകാനിട വന്നു. വിതക്കാരൻ വിതച്ച വിത്തിൽ ഒരു ഭാഗം വീണത് വളരെ കടുപ്പമുള്ള പാറപ്പുറങ്ങളിലായിരുന്നു. വിത്തിന് വേര് ഓട്ടം ലഭിക്കാൻ സാധിക്കുന്ന ഇളക്കമുള്ള മണ്ണ്, പാകപ്പെടുത്തപ്പെട്ട മണ്ണില്ലാത്തതിന്റെ അടിസ്ഥാനത്തിൽ അവ വാടി തളർന്നു പോയി. യേശു പറയുന്നു, ആ വിതക്കാരൻ വിതച്ച വിത്തിൽ ചിലത് ചെന്നു വീണത് മുൾച്ചെടികളുടെ ഇടയിലും കുറ്റിക്കാട്ടിലുമൊക്കെയാണ്. വിത്തിന് മുളച്ച് പൊങ്ങി ഫലം പുറപ്പെടുവിക്കാനുള്ള സാഹചര്യം അവിടെ ഇല്ലാതിരുന്നതുകൊണ്ട് അടിസ്ഥാനത്തിൽ ആ മുളയ്ക്ക് കരുത്തുണ്ടാകാനോ അതിന് വിള പുറപ്പെടുവിക്കാനോ സാധിക്കാതെ അതും ഉപയോഗശൂന്യമായി പോയി. എന്നാൽ ആ വിതച്ച വിത്തില് ഒരു ഭാഗം വീണത് നല്ല നിലത്താണ്, പാകപ്പെടുത്തപ്പെട്ട കൃഷിസ്ഥലങ്ങളിലായിരുന്നു. ആ പാകപ്പെടുത്തപ്പെട്ട കൃഷിസ്ഥലത്തിൽ വീണ വിത്ത് മാത്രമേ മുളച്ച് വളർന്ന് ഫലങ്ങൾ പുറപ്പെടുവിക്കാനിട വന്നുള്ളൂ. ഇത്രത്തോളമായപ്പോൾ യേശു എന്താണ് ഉദ്ദേശിച്ചത് എന്ന് ശിഷ്യന്മാർക്കോ ജനാവലിക്കോ മുഴുവനും വ്യക്തമല്ലായിരുന്നതിന്റെ അടിസ്ഥാനത്തിൽ ആ കാര്യം യേശുവിനോട് തന്നെ അവർ ചോദിക്കുന്നു.
യേശു അതിന് ഉത്തരമായിട്ട് അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതാണ് തുടർന്ന് നാം കാണുന്നത്. മക്കളെ, ഞാൻ നിങ്ങളോട് പറഞ്ഞ ആ വിതക്കാരന്റെ ഉപമ, വിതക്കാരൻ ദൈവം തന്നെയാണ്. ആ വിതക്കാരൻ വിതച്ച വിത്താണ് ദൈവവചനവും ദൈവപ്രേരണകളും. ആ വിത്ത് വന്നു വീണ വ്യത്യാസപ്പെട്ട സ്ഥലങ്ങള് പ്രതിനിധാനം ചെയ്യുന്നത് വ്യത്യസ്തമാകുന്ന മനുഷ്യ ഹൃദയങ്ങളാണ്. ദൈവത്തിന്റെ വചനവും ദൈവികമായ പ്രേരണകളും ഒരുക്കമുള്ള മനസ്സിലെ, പാകപ്പെടുത്തപ്പെട്ട മനസ്സിലെ, ശിക്ഷണം ലഭിച്ച മനസ്സിന് മാത്രമേ അത് ഉൾക്കൊള്ളാനും അതിൽ നിന്ന് സൽഫലങ്ങൾ വിരിയിക്കാനും സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞതിന്റെ സാരം. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ, സൽഫലങ്ങൾ ആരെങ്കിലുടെയും ജീവിതത്തിൽ നിന്നുണ്ടാകണമെന്ന് വരികിൽ അത് യാന്ത്രികമായിട്ട് സംഭവിക്കുന്നതല്ല. തക്കതായിട്ടുള്ള ശിക്ഷണവും തക്കതായിട്ടുള്ള തയ്യാറെടുപ്പും ഉള്ള മനസ്സുകളിൽ കൂടെയാണ് സൽഫലങ്ങൾ കൊയ്തെടുക്കാൻ സാധിക്കുകയുള്ളൂ. ആ മനുഷ്യനെ എന്തെങ്കിലും നന്മകൾ പുറപ്പെടുവിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന സത്യം നിങ്ങൾ മറക്കരുത് എന്ന് യേശു ആ ജനക്കൂട്ടത്തെ ഓർമ്മിപ്പിക്കുകയായിരുന്നു.